ഗൈസ് നമ്മളിപ്പോൾ ഷില്ലോങ്ങിലെ എയർഫോഴ്സ് മ്യൂസിയത്തിലാണ്. കണ്ണിൻ്റെ ഡേ എല്ലാ ദിവസവും ഓപ്പൺ ആണ്, 9 തൊട്ട് 5 മണി വരെ. ഇവിടെ എൻട്രി ഫീസോ വേറെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഐ ലവ് എയർഫോഴ്സ് ഷില്ലോങ്. യാ, 2 പേര് അല്ലേ രാമൻ? നമുക്ക് 2 പേർക്കും എയർഫോഴ്സിന് ഇഷ്ടമല്ലേ? നമുക്ക് 2 പേർക്കും പട്ടാളക്കാർ ഇഷ്ടമാണ്. എനിക്ക് പ്രത്യേകിച്ച് സുന്ദരന്മാരെ പട്ടാളക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. ഗൈസ് ഇവിടെ പാസ്സുണ്ട്, 40 രൂപയാണ്. കുഞ്ഞുങ്ങൾക്ക് ഫ്രീ ആണ്. എന്താ അവർക്ക് പറയുക, നമ്മുടെ ഡിഫൻസ് ഫോഴ്സിന് ഒക്കെ ഫ്രീ ആണ്. ഇവിടെ ഒരു ID കാർഡ് കിട്ടുന്നു നമുക്ക്. മ്യൂസിയം വിസിറ്റ് ചെയ്യുന്നതായിട്ട് ഡ്രോപ്പ് ടാങ്ക്. നമ്മൾ വിമാനത്തിലൊക്കെ യൂസ് ചെയ്യുന്ന ഡ്രോപ്പ് ടാങ്കാണ്. മറ്റേത് വന്നിട്ട് എയർ ടു ഗ്രൗണ്ട് മിസൈൽ. നൈസാണല്ലോ. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിലൊക്കെ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്തത്. വാവ്, ഇത് നൈസ് ആട്ടോ. ഗൈസ് ടൈപ്പ് സർഫസ് ടു എയർ ഗൈഡഡ് വെപ്പൺ. സർഫസ് ടു എയർ ഇതായത് നമ്മുടെ ഈ കരയിൽ നിന്ന് മറ്റേ എന്താ പറയുക, വിമാനത്തിനൊക്കെ പിടിച്ച് വെടിവെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സർഫസ് ടു എയർ വെപ്പണാണ് ഇത്. USSR റഷ്യയും നമ്മുടെ സോവിയറ്റ് യൂണിയൻ അടുത്തതാണ്. 40 കിലോമീറ്റർ വരെ റേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞത്. ഓ, ശബ്ദത്തേക്കാൾ 4 ഇരട്ടി വേഗത്തിൽ ഇത് പാസ് ചെയ്യുന്നു. ഇത് ഫുൾ സൈസ് ആട്ടോ. ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് കൊണ്ടുവച്ചിരിക്കുന്നത് തോന്നുന്നത്. മൊത്തം യൂണിറ്റ് ആട്ടോ. നൈസ് നൈസ്. ഇത് വന്നിട്ട് എയർക്രാഫ്റ്റാണ്. നമ്മൾ വിമാനത്തൊക്കെ യൂസ് ചെയ്യുന്ന ഇതാണ് ക്യാനോണിത്. നൈസ്. ടുക്കു നമ്മൾ ഗെയിമിലൊക്കെ കളിക്കുന്നില്ലയോ. സത്യത്തിൽ ഒരു കാര്യം പറയുക, നമ്മുടെയൊക്കെ ഫോഴ്സിലുള്ള ആൾക്കാർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇത് ട്രാൻസ്പോർട്ടറാണ്, US ഇമ്പോർട്ടറാണ്, എനിക്കറിയാം. ഇത് ധ്രുവമാണ്. ഇത് വന്നിട്ട് ചീസ. ഒരു ഇന്ത്യയിൽ ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത ഹെലികോപ്റ്ററെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഇത് ധ്രുവമാണ്. ഈ കാണുന്നതൊക്കെ ഇലൂസിയം. അത് എന്താ C സീരീസ് വരുന്നതിന് മുന്നേ ഉള്ളതാണ്. ഇതെനിക്ക് തോന്നുന്നു ഇത് സുഖോയാണ്, ഉറപ്പാണ്. ട്വിൻ എഞ്ചിൻ. ഇതെന്താ പറയുക, ഇത് മിഗ്. ഇത് മിറാഷാണ് കേട്ടോ. ഇത് മിറാഷാണ്, സിംഗിൾ എഞ്ചിൻ, ഫ്രഞ്ച് മെയ്ഡാണ്. LC ആണോ? ഇതൊന്ന് LC എന്ന് തോന്നുന്നു. ഇത് എംബ്രോയിഡറി. ഇതാണ് നമ്മുടെ ഇത് നേത്രൻ്റെ അവാക്സ് എന്നൊക്കെ പറഞ്ഞ് യൂസ് ചെയ്യുന്ന ഇതാണ്. ഇതൊക്കെ റീഫ്യൂവലേഴ്സാണ്. ഇങ്ങനെയാണ് ഒരാൾ കോക്പിറ്റിലിരിക്കുന്നത്. ഫൈറ്ററിൻ്റെ ഇജക്ഷൻ സീറ്റാണ് അതിൽ. ഇതിന് ഇജക്ഷൻ സീറ്റാണ്. വാവ്, ഇത് ടയർ. താൻ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഇത് വരുന്നത്? താൻ ആദ്യമായിട്ടല്ലേ ഇവിടെ വരുന്നത്? ഇങ്ങനെ ഇതിന് മുന്നേ പോയിട്ടുണ്ടോ? കാർവാറിൽ. പക്ഷെ അതല്ലാണ്ട് തന്നെ അത് ഇത്രയും വലുതല്ലായിരുന്നു. കുറച്ചൊരു സ്പേസ്, പക്ഷെ കുറച്ച് ഡിസ്പ്ലേ മാത്രമേ. കാർവാറിൽ നേവൽ മ്യൂസിയം ഇല്ലായിരുന്നു. നേവൽ മ്യൂസിയം ആയിരുന്നു. ഇത് എയർഫോഴ്സ് മ്യൂസിയം ഫസ്റ്റ് ആയിരുന്നു. ഇതൊക്കെ നമ്മുടെ എൻഡ് ഓഫ് ദ ഡേ ഇതെന്ത് സംഭവം എന്ന് വെച്ചാൽ ഉണ്ടോ, ഇത് VSSൽ തൊട്ട് ട്രിവാൻഡ്രത്ത് VSSൽ ഉണ്ട് ഒരു സ്പേസ് മ്യൂസിയം. ഞാനവിടെ ജോലി ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം. അതുകൊണ്ട് അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഇത് 2004 ഇനാഗുറേറ്റ് ചെയ്തത്. എപ്പോഴാണോ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമോ. ഇവരൊക്കെ ഇതിന് മുന്നേ ഇവരുടെ ചീഫ് ഓഫ് സ്റ്റാഫ്സ് ആയിരുന്നു. ഗൈസ്, നിങ്ങൾ കാണുന്നുണ്ടോ ഇത് എങ്ങനെയാണ് ഇന്ത്യ എത്ര കമാൻഡ്സ് ഇപ്പോഴത്തെ കമാൻഡ്സ്. പക്ഷേ ഈ കമാൻഡ്സ് ഒക്കെ മാറുന്നുണ്ടോ? കാരണം ഇന്ത്യ വന്നിട്ട് ഇപ്പോൾ തിയേറ്ററൈസേഷനിലേക്ക് പോവുക. തിയേറ്ററൈസേഷൻ മീൻസ് ഈ നേവി എയർഫോഴ്സ് എന്ന് മാറിയിട്ട് ഒരു ഇൻറ്റഗ്രേറ്റഡ് ഫോഴ്സ് മൾട്ടിപ്ലെയറിലേക്ക്. ഇത് സത്യത്തിൽ നമ്മളൊരു ചേഞ്ച്, ഒരു എവല്യൂഷനാണ് നമ്മുടെ ഫോഴ്സിൽ യൂസ് ചെയ്യുന്ന. ഇത് എവിടെ നിന്നാണ് തുടങ്ങിയ കണ്ടില്ലായോ? 41-43 ലാവൻഡറോ വസന്തറോ എന്ന് തുടങ്ങിയിട്ട്
എവിടം വരെ എത്തി നമ്മളിപ്പോൾ റീസെൻ്റ്ലി റാഫേൽ വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പേരുകളാണ്. ഇപ്പം ഓക്കെ ഇപ്പോൾ കമാൻഡ്സ് മാറി ഇപ്പോൾ തിയേറ്റർ സെഷൻ കമ്പായി ഇപ്പോൾ നേവിയുടെയും എയർഫോഴ്സിൻ്റെയും ആർമിയുടെ ഒക്കെ എലമെൻസിനെ മിക്സ് ചെയ്തിട്ട് ഒരു ഒറ്റ കമാൻഡ്സ് ഉണ്ട്. ഇപ്പോൾ ചീറ്റ ഉണ്ട്, ജാഗ്വാറുണ്ട്, TU ഇപ്പോൾ ഇല്ലാന്ന് തോന്നുന്നു. MiG-21 റിട്ടയറായി. MI-8 ഉണ്ട്, MI-17 ഉണ്ട്, സുഖോയ് 37 ഉണ്ട്, 30 ഉണ്ട്, 30 ഉണ്ട്. ഗൈസ് ഇത് നമ്മൾ കാണണം. ശരിക്കും ഞാൻ നിങ്ങൾക്ക് എത്ര പേർക്കല്ലേ, ഇത് നമ്മുടെ ഹീറോസാണ് ഇവരൊക്കെയും. വാവ്, മഹാവീർ ചക്ര, എയർഫോഴ്സിൽ നിന്ന് പരംവീർ ചക്ര കിട്ടിയ പുള്ളി. എന്തോരം ബ്രേവായിട്ടുള്ള ഓഫീസേഴ്സ് അല്ലെങ്കിൽ ഫൗജീസ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നു ചിന്തിച്ചു നോക്കിയാൽ. 1971 ഇന്ത്യ പാകിസ്ഥാൻ പിന്നെ വാറിൽ ഇന്ത്യ ജയിച്ചതിന് ശേഷമുള്ള ഫോട്ടോ. ഇത് ഒരു പാകിസ്ഥാൻ ഇത് വന്നിട്ട് ബംഗ്ലാദേശ്. നമ്മുടെ ഇപ്പം ബംഗ്ലാദേശ് ഇവിടെ നിന്ന് ചലിക്കുന്നുണ്ടല്ലോ. ബംഗ്ലാദേശ് വിമോചന സമയത്ത് ബംഗ്ലാദേശ് രാജ്യം കൊണ്ടിട്ട് ഇവർ പാകിസ്ഥാൻ കീഴടങ്ങിയതാണ്. ഇതൊക്കെയാണ് മെഡലുകൾ. ലിറ്ററലി ഞാൻ പറയാം, നമ്മൾ ഇതൊക്കെ കാണണം. നമ്മളെ കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മൾ കാണിക്കണം, അവർ മനസ്സിലാക്കണം. എന്താ പറയുക, നമ്മൾ എന്താ പറയുക, ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെന്നും ഇവരൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് നമ്മൾ ജീവിക്കുന്നതെന്നും. ഇത് മിറാഷാണ്, ഇത് ഫ്രഞ്ച് റോളാണ്. ഏതൊരു പട്ടാളക്കാരനും ഏതൊരു ഫോഴ്സിലുള്ള ഒരാളും അഭിമാനിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം നമ്മൾ ഇവരെ റെസ്പെക്റ്റ് ചെയ്യണം. എന്തോരം പ്രൗഡായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ചിന്തിച്ചു നോക്കിയൊരു ഇത് മുക്തി വാഹിനി, ഇത് ബംഗ്ലാവ് വിമോചന സമയത്ത് നമ്മൾ ട്രെയിൻ ചെയ്തതാണ്. അതുപോലെ മനസ്സിലാവുന്നുണ്ടോ രാമു? നാച്ചുറലി നല്ല തനിക്കുള്ള മനസ്സിലാവുന്നുണ്ടോ? വായിച്ചു നോക്കി പോകും. യുദ്ധമല്ല, വായിക്കാമല്ലോ. ബീച്ച് ചക്ര. അവൻ ഇതൊക്കെ ഇഷ്ടപ്പെടും. ഈ വീഡിയോ അവൻ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. പാകിസ്ഥാൻ 67 പാകിസ്ഥാൻ വാർ. 65 ഇന്ത്യ പാകിസ്ഥാൻ വാറിൻ്റെ മെമ്മറി. ബാംബെ. സത്യം പറയാമല്ലോ, ഇതൊരു ആദ്യം ഓളി തോന്നി ഒരു മോശപ്പെട്ട ദിവസം തന്നെ ചിന്തിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഉമ്മിയ ലോക്കിൽ പോയിട്ട് അത് കാണാൻ പറ്റില്ല. പക്ഷേ പിന്നീട് വന്ന ഓരോ വ്യൂസും, ആ ഹിഡൻ ജെം ആകട്ടെ, ആ വ്യൂ പോയിൻ്റ് ആവട്ടെ, ഈ എഫോ സ്റ്റേഷൻ ആവട്ടെ, ടിൻ ബാരൽ ഗൺ, ഇത് ഓരോന്നും ഭയങ്കരമായിട്ടുള്ളതാണ്. ഇതെന്താ നമ്മുടെ ഇത് ഹൈക്രാൻ ഗേൾസ്. ഇത് പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറി ഉണ്ടാക്കിയ തോക്കുകളാണ്. ഇന്ത്യ ക്യാപ്ചർ ചെയ്തതാണ്. ഒറിജിനൽ പീസസ് കേട്ടോ. ഇത് അവരുടെ ഫോഴ്സിലെ പല റാങ്കിലുള്ള ക്യാപ്പുകൾ, അവരുടെ ടൈസ്, അവാർഡ്സ്, റാങ്ക്സിൻ്റെ അതെന്താ പറയുന്നത്, വിങ് കമാൻഡർ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ, എയർ കമ്മോഡോർ, എയർ വൈസ് മാർഷൽ, എയർ ചീഫ് മാർഷൽ, എയർ മാർഷൽ. സോ ഈ റാങ്കിൽ പ്രോബബ്ലി ഇപ്പോൾ മാറുന്നുണ്ടോ? കാരണം തിയേറ്ററൈസേഷൻ വന്നതിന് ശേഷം എയർ ടു എയർ മിസൈൽ, മിസൈൽ ഏത് മിസൈൽ എയർ ടു എയറാണോ? പക്ഷേ വിമാനത്തിൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതേതാണെന്ന് അറിയില്ല. ഇതേതാണ്? ഇതെന്താണെന്ന് ഒരു പേര് മെൻഷൻ ചെയ്തിട്ട് ഇവിടെ മറ്റു അത് മെൻഷൻ ചെയ്യാതെ ചിലപ്പോൾ അവിടെ കാണാൻ പറ്റുമായിരിക്കും. ഇത് സിംഗിൾ എഞ്ചിൻ ഫൈറ്ററാണ്. എനിക്കൊന്ന് മിഗ് സീരീസ് മിഗല്ലോ ജാഗോർ പോലെ എന്തോ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് കണ്ടിട്ടുണ്ട്. ഇത് അവരുടെ പല യൂണിഫോംസാണ്. ഫുൾ റിപ്ലിക്ക ഓഫ് സെഞ്ചുറി. ഇത് റെപ്ലിക്കാണ് കേട്ടോ, മസിൽ ലോഡിങ് കാണിൻ്റെ. ഇത് AN-32. ഇതിപ്പോൾ ഇതാണ് ലോജിസ്റ്റിക് സപ്ലൈ ആണ്. ഡക്കോട്ടയാണ്. ഇത് പഴയൊരു ഫ്ലൈറ്റാണ്. ബോംബ് പ്രാക്ടീസ് 3 kg. ഇത് പ്രാക്ടീസ് ബോംബ്സാണ്. ബോംബ് പ്രാക്ടീസ് 25 LB പ്രാക്ടീസ് ബോംബ്സാണ്.
INS ബ്രഹ്മപുത്ര ഇത് നേവിയുടെ കേട്ടോ ഗൈസ്. കാനൺ UB. ഇത് റോക്കറ്റ് ബോർഡാണ്. ഇത് മെഗിൻ്റെ റോക്കറ്റ് ബോർഡും കാനണുമാണെന്ന് പറഞ്ഞത്. വാവ് നൈസ്. ഇത് ഓക്കെ 23. ഇത് കാനണാണ്. ഇത് റോക്കറ്റ് ബോർഡാണ്. ഇത് കാനൺ, ഇത് റോക്കറ്റ് ബോർഡ്. ആഡൻ ഗൺ. ഇത് ഗണ്ണാണ്. ഹെഡ് റോക്കറ്റ് എയർക്രാഫ്റ്റ്. ഇത് റോക്കറ്റ്സ് ആണ്. again. ഓ ഇന്ന് സിക്കിമിലാണ്. നമുക്ക് ഇവിടെയൊക്കെ പോകണം. സിക്കിമിലൊക്കെ കണ്ടോ, സിക്കിം ട്രിപ്പിലൊക്കെ പോകണം. സിക്കിമിൽ പോകുന്നുണ്ട് ഡൻസിലൊക്കെ. ആ നമ്മൾ ധോക്കി റിവർ നിങ്ങൾ കണ്ടല്ലോ. ധോക്കി റിവർ പണ്ടത്തെ അവസ്ഥയായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ പരിതാപകരമാണ്. ഡബിൾ ഡേക്കർ പിടിച്ചൊക്കെ നമ്മൾ പോയതായിരുന്നു. ആസാം ഇന്ത്യൻ കൾച്ചറാണ്. നോർത്ത് ഈസ്റ്റേൺ കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ്. ആസാം കൾച്ചർ, മേഘാലയ കൾച്ചർ. ഇതൊരു നോർത്ത് ഈസ്റ്റേൺ കൾച്ചർ തന്നെ. അതിപ്പോൾ മേഘാലയയിലുണ്ട് നോർത്ത് ഈസ്റ്റേൺ കൾച്ചറിൻ്റെ ഒരു ഇത് അവരെന്തൊക്കെ യൂസ് ചെയ്യുന്നതൊക്കെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. And so Krishna, Vishnu and Artemis. ഇത് മിസോറാം കൾച്ചറിൻ്റെ ഒരു ഇതാണ്. അവരുടെ ഡ്രസ് കോഡ്സും അവരുടെ എന്തൊക്കെ യൂസ് ചെയ്യുന്നതൊക്കെ ഉള്ളൊരു വ്യൂ ആണിത്. ദിസ് ഈസ് ഓസം. അതിൽ ഈ രാമേ ഈ എഫേഴ്സ് മ്യൂസിയം നമ്മുടെ ബക്കറ്റ് ലിസ്റ്റ് ഇല്ലാതെ സാധനം അല്ലേ. ഇത് വന്നിട്ട് നമ്മുടെ മണിപ്പൂർ കൾച്ചറുണ്ട്. മണിപ്പൂർ ഒരിക്കൽ പോകണം, ബക്കറ്റ് ലിസ്റ്റിലുള്ള സാധനമാണ്. ഓ നാഗാലാൻഡ്. അറ്റ്ലീസ്റ്റ് നമുക്കിതൊക്കെ കാണുമ്പോൾ പിന്നെയും പിന്നെ നമുക്ക് പോകണമെന്നൊരു ആഗ്രഹം വരുന്നുണ്ട്. ഇനി വേരിയസ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണോ. ഇത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് അല്ല, വേറെ നോക്കിയാൽ ത്രിപുര, സിക്കിം കൾച്ചറാണ്. അരുണാചൽ പ്രദേശ് നമ്മൾ പോകുന്നില്ല. നമ്മുടെ ഈ അതിൽ അമ്പുമില്യം കണ്ടില്ലായോ മേഘാലയയുടെ. ആ മ്യൂസിക്കിൻ്റെ കാഴ്ചകൾ തുടരുന്നു. ഹാൻഡിങ് ഇൻഡസ്ട്രികൾ, മണിപ്പൂർ, ബാംബു കോട്ടേജസ്, ഇതെല്ലാം സംഭവം. മൾട്ടിപ്പിൾ ഷേക്കിൾ ബോംബ് റാക്ക്. ഇത് ബോംബ് ക്യാരി ചെയ്യുന്ന സാധനം കേട്ടോ. മിസൈൽ ഇത് മിസൈൽ വയ്ക്കുന്ന സാധനമാണ്. മിസൈൽ ഇടുന്ന ഇത് ഇതാണ്. ഈ കാശുകൾ തീർന്നിട്ടില്ല കേട്ടോ. MI4 നമ്മുടെ MI6. ഇത് റഷ്യൻ മെയ്ഡാണ്. റഷ്യൻ മെയ്ഡ് ഹെലികോപ്റ്ററിൻ്റെ ഒറിജിനലാണെന്ന് തോന്നുന്നു. ഒറിജിനലാണോ ഇതതിൻ്റെ റോക്കറ്റ് പോർട്ടും. ഇതിൻ്റെ ആചാര ഭാഗം നോക്കിയത്. ഇത് വന്നിട്ട് നമ്മുടെ പൈലറ്റേഴ്സ് ടാർഗറ്റ് എയർക്രാഫ്റ്റാണ്. കാരണം നമ്മുടെ മിസൈലും ബോംബൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഇതുമായി റിയലിസ്റ്റിക്കൽ ട്രെയിനിങ് കൊടുക്കണം. നമ്മുടെ എയർക്രാഫ്റ്റിൻ്റെ ഇത് ഐഡിയാസ് കൊടുക്കണം സംഭവം. ഇതൊക്കെ ഇതൊരു UK മെയ്ഡ് മൈക്രോ ലൈറ്റാണ്. ഇത് AWS ആണ്. അവാക്സ്. ഏത് മോഡലാണെന്നറിയില്ല. AWX മോഡലാണ്. ഇന്ത്യയിലെ നേത്രയുണ്ട്, ഫാൽക്കണും ഉണ്ട്. ഏത് മോഡലാണ്? ജസ്റ്റ് മോഡൽ മാത്രമാണ്. കണ്ടു വാ. ഈ മുന്നേ അയാൾക്ക് ഇതൊക്കെ കണ്ടിട്ട് വാ. എവിടെ
നിങ്ങൾ പോരെ. അയാൾക്ക് ഇതൊക്കെ കണ്ടിട്ട് മനസ്സിലാവാഞ്ഞാണോ എന്താ കാര്യമൊന്നും ഇല്ല. പുള്ളിക്കാരത്തി ആകെ ഇടങ്ങേറന്നേ. ഓ ഞാൻ തിരുത്തി പറഞ്ഞു, ഇടങ്ങേറെന്നല്ല പറഞ്ഞത്. പുള്ളി ആകെ വെകളി പിടിച്ചിരിക്കുന്നതാണ് പറഞ്ഞത്. വെകളി വാസു എന്നാ. വെകളി വാസുവേ ഇന്നലെ പുള്ളി കാല് പോയായിരുന്നു. ഇത് കണ്ടില്ലയോ? അടുത്ത ട്രക്കിങ്ങിന് കൊണ്ടുപോകാൻ സമയമായി. രാമേ അടുത്ത ട്രക്കിങ്ങിന് പോകാൻ സമയമാണോ പോയി? ഇത് റീസെൻ്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്ത നമ്മുടെ അപ്പാച്ചയുടെ മോഡൽസാണ്. പറ്റത്തില്ല. അങ്ങോട്ടൊക്കെ കയറല്ലേ അങ്ങോട്ടൊക്കെ. അതെ ഇത് റാഫേലാണ് തോന്നുന്നു. എനിക്ക് ഓർമ്മ ശരിയുണ്ട് എനിക്ക്. അതെ ഇത് റാഫേൽ മോഡലാണ് തന്നെ. ദെൻ മറ്റേത് വന്നിട്ട് ചിനോക്കാണ്, ഹെവി ലിഫ്റ്റ് ചെയ്യും. അതും US മെയ്ഡാണ്. ഇത് ഇവരുടെ പേരില്ലല്ലോ, അതിൻ്റെ പേര് കമ്പനിയുടെ പേര് പറഞ്ഞു. ഫ്രഞ്ച് മെയ്ഡാണത്. ജിനാറ്റ് ലൈറ്റ് ഫൈറ്റർ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിനെ കുറിച്ച് കേൾക്കുന്നത്. എനിക്കറിയില്ലായിരുന്നു ജിൻഡാക്ക് പാട്ടോ ആ പേരെന്ത് പറഞ്ഞാൽ. ഓക്കെ ഇത് ഇവിടെ മ്യൂസിലെ എയർക്രാഫ്റ്റ് പാർക്കാണ് കേട്ടോ. ഇതിനെ കുറിച്ചിട്ട് ഇത് ഏത് മോഡലാണെന്നൊരു എനിക്ക് തോന്നുന്നു. അപ്പോൾ എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. ഓക്കെ ഇത് കരീബു DH ഷോട്ടേക്കൻ ലാൻഡിങ് കാനഡ. ഇത് 1988 ഡീകമ്മീഷൻ ചെയ്തതാണ്. അയ്യോ രാമ. അതെ ഇല്ല ഒരാളായിട്ടില്ല. ഇത് ഏതോ ഒരു എന്താ പറയുക വിമാനത്തിൻ്റെ മോഡലാണ്. ഇത് ട്വിൻ സീറ്ററാണ് കേട്ടോ. ഇതെല്ലാം യുദ്ധത്തിനുള്ളതാ. യുദ്ധം എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. ഫൈറ്റർ ഡീകമ്മീഷൻ 2004 ഇസ്കര ഫൈറ്റർ ട്രെയിനർ എയർക്രാഫ്റ്റാണ്. ഇത് ട്രെയിനറാണ്. അപ്പോൾ അവിടെ അത് പുതിയ ആൾക്കാർ ട്രെയിൻ ചെയ്യാനുള്ളത്. ഇത് എൻജിനാണ്. ഇത് ജെറ്റ് എൻജിൻ. മറ്റേ ഇത് 2 എൻജിനാണോ? ഉണ്ട്. എനിക്കിതിനെക്കുറിച്ച് ആധികാരികമായ ഒന്നും അറിയില്ല. ഓക്കെ ഇത് എൻജിനാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഷില്ലോങ്ങിലെ എയർഫോഴ്സ് മ്യൂസിയത്തിൽ നിന്നും ക്യാമറാമാൻ വിഷ്ണു നോക്കൂ. അപ്പോൾ അറിയാലോ, ഇഷ്ടപ്പെട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കുടുംബത്തിലേക്ക് സ്വാഗതം. ആൻഡ് ഈ വീഡിയോ ഡെഡിക്കേറ്റഡ് ടു ഈ വീഡിയോ എന്താ പറയുക, നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ നാടിന് വേണ്ടി കഷ്ടപ്പെടുന്ന എല്ലാ പട്ടാളക്കാർക്ക് വേണ്ടിയിട്ടാണ്. സോ അവരുടെ കഷ്ടപ്പാട് ഇത് ശരിക്കും ഈ മ്യൂസിയത്തിൽ ഒന്നും പുറത്തേക്ക് വരുന്നില്ല. ഇതൊന്നും അല്ല, അവിടെ ശരിക്കും സ്ട്രഗിൾ വേറെയാണ്. സോ ഈ വീഡിയോ ഫുള്ള് ധീരന്മാരായ പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട്, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ.